ഇത് പത്രോട അഥവാ ചേമ്പിലേപ്പം. ഇന്ന് ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പുഴുക്കലരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതും തേങ്ങയും നക്ഷത്രപ്പുളിയും വറ്റൽമുളക് ചതച്ചതും കായം വെള്ളത്തിൽ ചേർത്ത് അലിയിച്ചെടുത്തതും ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ചേമ്പില നന്നാക്കി എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അതായത് ഇത് ചുരുട്ടി നമ്മൾ മടക്കിയെടുക്കും. അതിന് ഈ ഇല പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലയുടെ ഞരമ്പ് പോലെ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ കത്തി കൊണ്ട് പയ്യെ നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് തലേ ദിവസം ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ കറ പറ്റിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ചേമ്പില ആദ്യം വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ അരപ്പ് തേച്ച് കൊടുക്കുക. പിന്നെയും ഒരില വെക്കുക, ഈ അരപ്പ് തേക്കുക, പിന്നെയും ഇല വെക്കുക. ഇല വെക്കുമ്പോൾ മറിച്ചും തിരിച്ചും വെക്കാൻ നോക്കണം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛമ്മയുടെ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചേമ്പില പറിക്കാൻ പോയതും ഈ പത്രോട ഉണ്ടാക്കിയതും താള് കറി വെച്ച് ചോറ് കഴിച്ചതും ഇങ്ങനത്തെ കുറേ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാട്ടോ ഈ പത്രോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പത്രോട ഉണ്ടാക്കുന്നത് കൂടുതലും കർക്കിടക മാസത്തിലാണ്. ഈ കർക്കിടക മാസത്തിൽ ചേമ്പില ചൊറിയില്ലെന്നാണ് അച്ഛമ്മ പറയാറ്. അങ്ങനെ ഒരു 4-5 ലെയർ ആവുമ്പോഴേക്കും നമുക്കിത് മടക്കി ചുരുട്ടിയെടുക്കാം. ഇതുപോലെ മടക്കി സെറ്റാക്കി വെക്കുക. ഇനി ഇത് ഒരു സ്റ്റീമറിൽ ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. കുക്കറിലാണെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം. ഞങ്ങളിവിടെ സ്റ്റീമറാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു 30 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് മുറിച്ച് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ വേവിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ എണ്ണയിലൊന്ന് മുരിച്ച് കഴിക്കാനും കിഡിലും ടേസ്റ്റാണ്. താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.